പ്രാതിനിധ്യം കൊടുക്കുന്നത്, ഹൈലൈറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഏറെക്കാലമായി കൊണ്ടോട്ടിക്കാർ ആവശ്യപ്പെടുന്ന ഒരു കളി ഗ്രൗണ്ടാണ്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഇല്ലാത്തതിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ നമുക്കറിയാം. ഇന്ന് ഇന്ത്യൻ ഫുട്ബോൾ താരം അനസടക്കമുള്ള പ്രദേശമാണ് കൊണ്ടോട്ടി നഗരസഭ എന്ന് പറയുന്നത്. അവിടെ ഈ പ്രാവശ്യം ഒരു ഗ്രൗണ്ട് ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ന് തീരുമാനമാക്കിയിട്ടുണ്ട്. നഗരസഭ എന്തായാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഈ പ്രാവശ്യം ആ ഗ്രൗണ്ട് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. മാലിന്യ മുക്തമാക്കുക എന്നുള്ളത്, അതിനാണ് നമ്മൾ 10 കിലോമീറ്റർ ദൈർഘ്യമുള്ള കനാല് കൊണ്ടോട്ടി വലിയ തോട് എന്ന് പറയുന്നത്. അത് ഈ പ്രാവശ്യം ശുദ്ധീകരിച്ച് ഒരു നല്ല നടപ്പാതയോടുകൂടെ ജോഗിങ് ചെയ്യാനുള്ള തയ്യാറെടുപ്പോടുകൂടെ 50 കോടി രൂപ പ്രൊജക്റ്റ് തയ്യാറാക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് നമുക്കറിയാം ഏറെക്കാലമായി ഒക്കെ നമ്മൾ പറയുകയും എന്നാൽ നടക്കാതെ ഇതുവരെ പോവുകയും ചെയ്തതാണ് മിനി സിവിൽ സ്റ്റേഷൻ. ആ മിനി സിവിൽ സ്റ്റേഷനും ഈ പ്രാവശ്യം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നഗരസഭ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു വയോജന പാർക്ക് കൊണ്ടോട്ടിയുടെ ഹൃദയഭാഗത്ത് ഈ പ്രാവശ്യം നിർമ്മിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ ലക്ഷ്യം. അതും ഈ പ്രാവശ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നഗരസഭ ഒരുങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വികസന സമിതിയിൽ, വികസന സെമിനാറിൽ അത് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും അതൊക്കെ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ചോയ്സുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഓപ്പൺ ജിമ്മുകൾ 2 ഇപ്പോൾ തുടങ്ങി അടുത്ത ആഴ്ച തുടങ്ങുകയാണ്. ഒന്ന് നഗരസഭയുടെ മുൻവശത്ത് തന്നെ ഒരു ഓപ്പൺ ജിം ആരംഭിക്കാൻ അതിൻ്റെ ടെൻഡർ കഴിഞ്ഞു, അതിൻ്റെ അഗ്രിമെൻ്റ് വെച്ചു, അവർക്ക് വർക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നെടിയിരുപ്പ് ഹോമിയോ ഹോസ്പിറ്റലിൻ്റെ മുകളിൽ ഒരു ഓപ്പൺ ജിമ്മ് ഈ അടുത്ത ആഴ്ച പണി തുടങ്ങുകയാണ്. അതോടൊപ്പം തന്നെ 4 ഓപ്പൺ ജിമ്മുകൾ കൊണ്ടോട്ടി നഗരസഭയിൽ ഇത് കൂടാതെ 4 ഓപ്പൺ ജിമ്മുകളും ആരംഭിക്കാൻ വേണ്ടി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനോപകാര പദ്ധതികളുമായി കൊണ്ടോട്ടി നഗരസഭയുടെ വികസന സെമിനാർ 2026-27 വർഷത്തേക്കുള്ള വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ വികസന സെമിനാർ TV ഇബ്രാഹിം MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ UK മുഹമ്മദ് ഷാ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K റഷീദ് അലി പദ്ധതി വിശദീകരിച്ചു. കരട് പദ്ധതി രേഖയുടെ പ്രകാശനവും നടന്നു. ടൗണിലെ വെള്ളക്കെട്ട് നീക്കൽ, കുടിവെള്ള പദ്ധതികളുടെ പൂർത്തീകരണം ഉൾപ്പെടെയുള്ള അടിയന്തരവും ജനോപകാരപ്രദവുമായ പദ്ധതികൾക്കാണ് ഭരണസമിതി ഇത്തവണ മുൻഗണന നൽകിയിട്ടുള്ളത്. നാഷണൽ ഹൈവേയിൽ പാണ്ടിക്കാട് മുതൽ കുറുപ്പത്ത് വരെയുള്ള റോഡ് പുനരുദ്ധാരണത്തിനും ഡ്രൈനേജുകളും നിർമ്മിച്ച് ടൗണിലെ വെള്ളക്കെട്ട് നീക്കുന്നതിനുമായി MLAയുടെ ശ്രമഫലമായി ലഭിച്ച 7.68 കോടി രൂപയുടെ പദ്ധതിയും 10 കോടി രൂപ വകയിരുത്തി നഗരസഭ നടപ്പിലാക്കുന്ന ടൗൺ വികസനവും സമന്വയിപ്പിച്ച് നടത്തുന്ന പദ്ധതിയുടെ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ വ്യക്തമാക്കി. കൂടാതെ വലിയ തോട് സംരക്ഷണം, ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം, നഗരസഭാ കളിസ്ഥലം, വയോജനങ്ങൾക്കായി പാർക്ക്, ഓപ്പൺ ജിം, MCF, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വിപുലീകരണം, ഭിന്നശേഷിക്കാർക്കും കിടപ്പിലായ രോഗികൾക്കുമുള്ള പ്രത്യേക സമാശ്വാസ പദ്ധതികൾ തുടങ്ങിയ നിരവധി വികസനക്ഷേമ പദ്ധതികളാണ് കരട് പദ്ധതി രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നഗരസഭാ ഉപാധ്യക്ഷ ആയിഷ ബിന്ദു, സ്ഥിരം സമിതി അധ്യക്ഷരായ EM റഷീദ്, നസ്രീന തരുവറ, സഫറുദ്ദീൻ കുനൂക്കര, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PV ലത്തീഫ്, കൌൺസിലർമാരായ അബ്ദുൾ അസീസ്, E മുഹമ്മദ് ബഷീർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ചുക്കാൻ ബിജു, മെഹബൂബ് കോപ്പിലാൻ, അഡ്വക്കേറ്റ് KK സമദ്, യൂസുഫ് V, അബ്ദുറഹ്മാൻ ചുക്കാൻ, നഗരസഭാ സെക്രട്ടറി KP ഹസീന തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, എയർ 1.